Hello all, welcome to Rise Up Daily Answer Writing Club. Today is the day 8 of our daily answer writing sessions. As we have discussed, ഇന്നും നമുക്കൊരു സൊസൈറ്റി ക്വസ്റ്റ്യനാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ആൻഡ് ദ ക്വസ്റ്റ്യൻ ഇസ് the rising trend of deglobalization and protectionism is having an adverse effect on Indian society. Discuss. അതായത് ഡീഗ്ലോബലൈസേഷനും പ്രൊട്ടക്ഷനിസം ടെൻഡൻസീസും ഇന്ത്യൻ സൊസൈറ്റിയിൽ ഒരു അഡ്വേഴ്സ് എഫക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. ഡിസ്കസ് എന്നതാണ് ക്വസ്റ്റ്യൻ ആൻഡ് ക്വസ്റ്റ്യൻ ഡയറക്റ്റീവ് ഇസ് ഡിസ്കസ്. സോ ഈ ക്വസ്റ്റ്യൻ ഇതൊരു 10 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ നമുക്ക് എങ്ങനെ സ്ട്രക്ചർ ചെയ്യാം? ഇൻട്രോയിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇൻട്രോയിൽ നമുക്ക് എന്ത് പറയാം? ഡീഗ്ലോബലൈസേഷൻ എന്താണെന്ന് ഡിഫൈൻ ചെയ്യാം. ലൈക്ക് ഡീഗ്ലോബലൈസേഷൻ ഇസ് ദ പ്രോസസ് ഓഫ് ഡിമിനിഷിംഗ് ഇന്റർഡിപെൻഡൻസ് ആൻഡ് ഇൻ്റഗ്രേഷൻ ബിറ്റ്വീൻ ദ നേഷൻ. ഇറ്റ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ഡിക്ലൈൻ ഇൻ എക്കണോമിക് ട്രേഡ് ഓർ ഇൻവെസ്റ്റ്മെൻറ്റ് ബിറ്റ്വീൻ കൺട്രീസ്. ഗ്ലോബലൈസേഷൻ എന്തായിരുന്നു? നമ്മുടെ കൺട്രീസ് എക്കോണമീസ് ഗ്ലോബലി ഡിപ്പെൻഡൻ്റ് ആവുകയാണ്. ട്രേഡ് നടക്കും, ഇൻവെസ്റ്റ്മെൻറ്റ് നടക്കും, അതുപോലത്തെ കാര്യങ്ങൾ നമ്മുടെ എല്ലാം എന്താണ് ഷെയർ ചെയ്യപ്പെടും. സോ ഇവിടെ ഡീഗ്ലോബലൈസേഷൻ വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഡീഗ്ലോബലൈസേഷൻ വരുമ്പോൾ ഈ ഒരു എക്കണോമിക് ട്രേഡ് കുറയും, അതുപോലെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് കുറയും. ആ ഡൊമസ്റ്റിക് എക്കണോമീസ് അവരുടെ എക്കോണമീസിനെ പ്രൊട്ടക്റ്റ് ചെയ്തിട്ട് അവരുടെ ഡെവലപ്മെൻറ്റിന് മാത്രം എന്ത് ചെയ്യും? ഇമ്പോർട്ടൻസ് കൊടുക്കും. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ഇൻട്രോ കൊടുക്കാം? ഈ ഒരു ഡീഗ്ലോബലൈസേഷൻ ആൻഡ് പ്രൊട്ടക്ഷനിസം ടെൻഡൻസീസ് ഉണ്ടെന്ന് പ്രൂവ് ചെയ്ത് കൊടുക്കാം. അതായത് റീസെൻറ്റ് എക്സാമ്പിൾസ് വെച്ച് കൊടുക്കാം. ലൈക്ക് റീസെൻ്റ്ലി global events like the trade war between US and China and the Brexit movement in Britain highlights the trend towards deglobalization and protectionist tendencies. അപ്പോൾ എന്തായി? നമ്മൾ അങ്ങനെ ഒരു അറ്റ് പ്രസൻറ്റ് ഒരു ഡീഗ്ലോബലൈസേഷൻ ആൻഡ് പ്രൊട്ടക്ഷനിസ്റ്റ് ടെൻഡൻസീസ് ഗ്ലോബൽ എക്കോണമിയിൽ ഉണ്ടെന്ന് നമ്മളവിടെ പ്രൂവ് ചെയ്തു. സോ ഇങ്ങനെ രണ്ട് രീതിയിൽ നമുക്ക് ഇൻട്രോ കൊടുക്കാം, അല്ലെങ്കിൽ വേറെ രീതിയിലും നമുക്ക് ഇൻട്രോസ് കൊടുക്കാം. ഇനി നമുക്ക് ഈ ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ എന്താണ്? ഒരു ഡയറക്റ്റ് ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ് തന്നിട്ടുള്ളത്. എന്താണ് സ്റ്റേറ്റ്മെൻറ്റ്? ഡീഗ്ലോബലൈസേഷൻ ആൻഡ് പ്രൊട്ടക്ഷനിസം ടെൻഡൻസീസിന് അഡ്വേഴ്സ് എഫക്റ്റ് ഉണ്ടെന്ന്. സോ അങ്ങനെ മാത്രം എഴുതിപ്പോയാൽ നമുക്ക് ഇതിൻ്റെ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ 10 മാർക്ക് കിട്ടുമോ? 10 മാർക്ക് കിട്ടുമോ? ഇല്ല. സോ നമ്മൾ ഫസ്റ്റ് എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റ് നമ്മൾ ഇതിൻ്റെ ഒരു ഇംപ്ലിസിറ്റ് പാർട്ട് ഐഡൻറ്റിഫൈ ചെയ്യണം. So rising trend of deglobalization and protectionism is having an adverse effect on Indian society. So എന്തുകൊണ്ടാണ് അറ്റ് പ്രസൻറ്റ് ഒരു ഡീഗ്ലോബലൈസേഷൻ ആൻഡ് പ്രൊട്ടക്ഷനിസം ടെൻഡൻസീസ് ഗ്ലോബൽ എക്കോണമിയിൽ ഉള്ളത് എന്ന് നമുക്കൊന്ന് മെൻഷൻ ചെയ്തു പോവാം. ആൻഡ് ദിസ് ഈസ് ആൻ ഇംപ്ലിസിറ്റ് പാർട്ട്. യു ഷുഡിൻറ്റ് യൂസ് ഒരുപാട് സ്പേസ് യൂസ് ചെയ്യാതെ തന്നെ വളരെ കുറഞ്ഞ സ്പേസിൽ നമുക്ക് ആ ഒരു നമ്മുടെ ഐഡിയ കൺവേ ചെയ്യണം. സോ യു ക്യാൻ യൂസ് ഫ്ലോ ചാർട്ട്സ് ഓർ ഡയഗ്രാംസ്, അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് നോക്കാം. റീസൺസ് ഫോർ റൈസിങ് ഡീഗ്ലോബലൈസേഷൻ ആൻഡ് പ്രൊട്ടക്ഷനിസ്റ്റ് ടെൻഡൻസീസ് എന്തൊക്കെയാണ്? ട്രേഡ് ആൻഡ് താരിഫ് വാർ. റീസെൻ്റ്ലി ചൈന US ട്രേഡ് താരിഫ് വാർ നടക്കുന്നുണ്ട്. പിന്നെ റൈസ് ഓഫ് എക്കോണമിക് നാഷണലിസം. നമ്മുടെ ഡൊമസ്റ്റിക് എക്കോണമീനെ ഇമ്പോർട്ടൻസ് കൊടുത്ത് ഡൊമസ്റ്റിക് എക്കോണമീനെ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട് ആർക്ക്? ഡെവലപ്ഡ് നേഷൻസിന്. ഗ്ലോബൽ ഫിനാൻഷ്യൽ ക്രൈസിസ് ആൻഡ് എക്കണോമിക് ഷോക്സ്. അതിനൊരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ COVID-19 ആണ്. സോ COVID-19 സമയത്ത് എന്തുണ്ട്? ഗ്ലോബൽ സപ്ലൈ ചെയിൻ ഡിസ്ട്രപ്ഷൻസ് നടന്നിട്ടുണ്ട്. എല്ലാ ഡൊമസ്റ്റിക് എക്കോണമീസും ക്ലോസ് ചെയ്തതുകൊണ്ട് തന്നെ ഗ്ലോബൽ ട്രേഡ് നിർത്തലാക്കുകയും ബിക്കോസ് ഓഫ് ദാറ്റ് ഇൻഫ്ലേഷൻ വന്നിട്ടുണ്ട്. സോ ഇങ്ങനത്തെ ഗ്ലോബൽ ഫൈനാൻഷ്യൽ ക്രൈസിസ്, എക്കണോമിക് ഷോക്സിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ടും ഡെവലപ്ഡ് എക്കോണമീസ് ഒരു ഡീഗ്ലോബലൈസേഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ ടെൻഡൻസിയിലേക്ക് പോകുന്നുണ്ട്. അതുപോലെ തന്നെ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് ആൻഡ് സ്ട്രാറ്റജിക് റൈവൽറീസ്. ലൈക്ക് റഷ്യ ഉക്രൈൻ വാറിൽ നമ്മുടെ റഷ്യക്ക് സാങ്ഷൻസ് വെക്കുന്നത്, കാറ്റ്സയുടെ സാങ്ഷൻ വെക്കുന്നതൊക്കെ ഇതിൻ്റെ ഒരു എക്സാമ്പിളാണ്. അവിടെ എന്താണ്? ഒരു ഡീഗ്ലോബലൈസേഷൻ ടെൻഡൻസിയാണ് കാണുന്നത്. ദെൻ ട്രേഡ് ഇംബാലൻസ് ആൻഡ് കറൻസി മാനിപ്പുലേഷൻസ്. നമ്മുടെ US പറയുന്നുണ്ട് ചൈന കറൻസി മാനിപ്പുലേറ്റ് ചെയ്തിട്ടാണ് US-നുമായിട്ടുള്ള ട്രേഡ് മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. സോ ഇങ്ങനെ കുറേ കാരണമാണ്
ഇങ്ങനെ കുറച്ച് റീസൺസ് കൊണ്ടാണ് എന്താണ് ഒരു അറ്റ് പ്രസൻറ്റ് ദർ ഇസ് എ ഡീഗ്ലോബലൈസേഷൻ ആൻഡ് പ്രൊട്ടക്ഷനിസ്റ്റ് ടെൻഡൻസീസ് ഉള്ളത്. ഓക്കെ, ഇനി നമുക്ക് ഡയറക്റ്റായിട്ട് നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ഡിമാൻഡ് അഡ്രസ്സ് ചെയ്യാം. വാട്ട് ഈസ് ദ ക്വസ്റ്റ്യൻ? The rising trend of deglobalization and protectionism is having adverse effect on Indian society. So what are those adverse effect? So നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് അഡ്വേഴ്സ്, നമ്മൾ അങ്ങനെ ഒരു ഹെഡിങ് കൊടുക്കുക, അഡ്വേഴ്സ് എഫക്റ്റ് ഓഫ് ഡീഗ്ലോബലൈസേഷൻ ആൻഡ് പ്രൊട്ടക്ഷനിസ്റ്റ് ടെൻഡൻസീസ് ഓൺ ഇന്ത്യൻ സൊസൈറ്റി. ഫസ്റ്റ് വൺ ഇസ് ജോബ് ലോസ് ആൻഡ് ലൈവ്ലിഹുഡ് ക്രൈസിസ് ഇൻ വൾണറബിൾ കമ്മ്യൂണിറ്റീസ്. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? നമ്മൾ ഇവിടെ നിന്നുള്ള ഡെവലപ്ഡ് എക്കോണമീസ് അവരുടെ എക്കോണമീസ് ക്ലോസ് ചെയ്യുമ്പോൾ നമുക്കുള്ള എക്സ്പോർട്ട് ലൊക്കേഷൻ കുറയാണ്. അപ്പോൾ എന്ത് സംഭവിക്കും? നമുക്ക് മാർക്കറ്റ് ലോസ് ആവും. നമ്മുടെ മെയിൻ മാർക്കറ്റായിട്ടുള്ള മാർക്കറ്റ്സ് ലോസ് ആകുമ്പോൾ നമുക്ക് ഒരുപാട് ഷട്ട് ഡൗൺസും ലേ ഔട്ട്സും ഒക്കെ നമ്മുടെ MSMEs സംഭവിക്കുകയും നമ്മുടെ വൾണറബിൾ കമ്മ്യൂണിറ്റീസിന് ജോബ് ലോസും കാര്യങ്ങളും വരും. സോ ഇതിനൊരു എക്സാമ്പിളാണ് തിരുപ്പൂരിൽ ഒരു എക്സ്പോർട്ട് ഓറിയൻറ്റഡ് ഗവൺമെൻറ് റീസെൻ്റായിട്ട് ക്ലോസ് ചെയ്തിരുന്നു. അതുമൂലം ഒരുപാട് വർക്കേഴ്സിന് അവരുടെ ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ട്. ആൻഡ് വെൻ ഇറ്റ് കംസ് ടു ടെക്സ്റ്റൈൽ സെക്ടർ, ഈ ടെക്സ്റ്റൈൽ സെക്ടർ എന്താണ്? മോസ്റ്റ്ലി വിമൻ ഓറിയൻറ്റഡ് ആയിരിക്കും. സോ ഇവിടെ കൂടുതലും ആരാണ് ഇമ്പാക്റ്റ് ചെയ്യുന്നത്? വിമൻ ആണ്. സോ തമിഴ്നാട്ടിൽ തിരുപ്പൂരിൽ ആ ഒരു എക്സ്പോർട്ട് ഓറിയൻറ്റഡ് ടെക്സ്റ്റൈൽ സെക്ടർ അടച്ചു പൂട്ടിയപ്പോൾ ഒരുപാട് വിമണിന് അവരുടെ ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ട്. ദെൻ വൈഡനിങ് റീജിയണൽ ഇനീക്വാലിറ്റി. കാരണം ഈ ഒരു ഡീഗ്ലോബലൈസേഷൻ ഓഫ് പ്രൊട്ടക്ഷനിസം ടെൻഡൻസീസ് കൂടുതൽ ബാധിക്കാൻ പോകുന്നത് ആരെയാണ്? സ്റ്റേറ്റ്സ് ഡിപ്പെൻഡൻ്റ് ഓൺ എക്സ്പോർട്ടിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന സ്റ്റേറ്റ്സ് ആണ്, ലൈക്ക് ഗുജറാത്ത്, തമിഴ്നാട്, മഹാരാഷ്ട്ര. അപ്പോൾ ഈ ഒരു ഇഷ്യൂ കൂടുതൽ ഇമ്പാക്റ്റ് ചെയ്യാൻ പോകുന്നതും അവരെയാണ്. അപ്പോൾ അവിടെ ഒരു റീജിയണൽ ഇനീക്വാലിറ്റി ഉണ്ടാവും. സോ ലൈക്ക് നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു തമിഴ്നാടിൻ്റെ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ സൂറത്തിലെ ഡയമണ്ട് കട്ടിങ് ഇൻഡസ്ട്രീസ് അവരുടെ ഓർഡേഴ്സൊക്കെ റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ദാറ്റ് ലെഡ് ടു റിവേഴ്സ് മൈഗ്രേഷൻ ആൻഡ് അൺഎംപ്ലോയ്മെൻറ്റ്. അതുപോലെ തന്നെ ഡീഗ്ലോബലൈസേഷൻ്റെ ഒരു ഇഷ്യൂ ആണ് ഡിക്ലൈൻ ഇൻ റെമിറ്റൻസസ് ആൻഡ് മൈഗ്രൻ്റ് ഫാമിലി ഇൻസെക്യൂരിറ്റീസ്. നമ്മൾ അറിയാം, ഇന്ത്യ ഈസ് ദ ലാർജസ്റ്റ് എമിഗ്രൻസ് ഉള്ള കൺട്രിയാണ്. സോ എന്ത് പറ്റുന്നു? അവിടുന്ന് ഇങ്ങോട്ട് വരുന്ന റെമിറ്റൻസസ് കുറയുമ്പോൾ ആ ഒരു ഫൈനാൻഷ്യൽ സെക്യൂരിറ്റി ഓഫ് ഫാമിലീസ് നഷ്ടപ്പെടുകയാണ്. അതിന് പെർഫെക്റ്റ് എക്സാമ്പിളാണ് നമ്മുടെ കേരളത്തിൽ COVID-19 സമയത്ത് ഗൾഫിലെ റെമിറ്റൻസ് കുറഞ്ഞിട്ട് അവിടെ കേരളത്തിലെ ഫാമിലീസ് ഫിനാൻഷ്യലി ക്രഞ്ച് ആയതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ദെൻ ഡിസ്റപ്ഷൻ ഇൻ വുമൻ എംപവർമെൻറ്റ്. നമുക്ക് വേണമെങ്കിൽ എക്സ്പോർട്ട് തന്നെ പറയാം. എക്സ്പോർട്ട് ഓറിയൻറ്റഡ് സെക്ടേഴ്സിൻ്റെ ഗ്രോത്ത് കുറയുമ്പോൾ വുമൻസ് എന്താണ് അതിനോട് ഡിപ്പെൻഡഡ് ആയിട്ടുള്ള SHGs സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സിൻ്റെ ഒക്കെ അവരൊക്കെ കൂടുതൽ ഈ ഒരു ഇഷ്യൂവിന് വൾണറബിളായി പോവുകയാണ്. അവരുടെ ഡെവലപ്മെൻറ്റിനും ഇത് ബാധിക്കും. ദെൻ നെക്സ്റ്റ് ഇസ് ഫുഡ് ആൻഡ് ന്യൂട്രീഷണൽ സെക്യൂരിറ്റി. സോ എക്സ്പോർട്ട് ബാൻസ് ആൻഡ് ഇമ്പോർട്ട് റെസ്ട്രിക്ഷൻസ് നമ്മുടെ ഫുഡ് സപ്ലൈ ചെയിനെ ബാധിക്കും. ഫോർ എക്സാമ്പിൾ നമ്മുടെ ഇമ്പോർട്ട് റെസ്ട്രിക്ഷൻ, ഫെർട്ടിലൈസേഴ്സിൻ്റെ ഒക്കെ ഇമ്പോർട്ട് റെസ്ട്രിക്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇതിൻ്റെ സപ്ലൈ കുറയുകയും ഡിമാൻഡ് കൂടുകയും ചെയ്യുമ്പോൾ ഫുഡ് പ്രൈസ് കൂടും. സോ ഫുഡ് പ്രൈസ് കൂടുമ്പോൾ എന്ത് പറ്റും? പ്രൈസ് കൂടും. ആൻഡ് അത് കൂടുതലും നമ്മുടെ റൂറൽ അല്ലെങ്കിൽ അർബൻ ആളുകളെ ബാധിക്കും. സോ അതാണ് പോസ്റ്റ് ഉക്രൈൻ വാറിൻ്റെ ശേഷമുള്ള ഗ്ലോബൽ ഫെർട്ടിലൈസേഴ്സ് ഷോർട്ടേജ് കാരണം നമ്മുടെ ഫുഡ് കമ്മോഡിറ്റീസിൻ്റെ കോസ്റ്റ് കൂടിയിട്ടുണ്ട്. കോസ്റ്റ് കൂടുമ്പോൾ അതായത് ബിലോ പോവേർട്ടി അല്ലെങ്കിൽ പോവേർട്ടി ലൈനിലുള്ള പീപ്പിളിന് ആ ഒരു സംഭവം അല്ലെങ്കിൽ ഫുഡ് പർച്ചേസ് ചെയ്യാനുള്ള പവർ കുറയും. അതുമൂലം അവരുടെ ഫുഡ് സെക്യൂരിറ്റീനെ നമുക്ക് ബാധിക്കും. ദെൻ റെഡ്യൂസ്ഡ് നോളജ് ആൻഡ് ടെക്നോളജി. ഈ ഇൻവെസ്റ്റ്മെൻറ്റ്സ് വരുന്നത് പോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ്സിൻ്റെ കൂടെ തന്നെ വരുന്ന ഒന്നാണ് നമ്മുടെ ഗ്ലോബൽ ഇന്നോവേഷൻ, റിസർച്ച് കൊളാബറേഷൻ, നോളജ് ഷെയറിംഗ് ഒക്കെ. സോ ഇന്നോവേഷൻ കുറയുമ്പോൾ നമുക്ക് ഗ്ലോബൽ റിസോഴ്സസ്, ഗ്ലോബൽ റിസർച്ച് ആൻഡ് ടെക്നോളജിയിലേക്ക് നമ്മുടെ ആക്സസ് കുറയാണ് ചെയ്യുന്നത്. സോ റെഡ്യൂസസ് ദ ഫ്ലോ ഓഫ് ഇന്നോവേഷൻ, റിസോഴ്സ് കൊളാബറേഷൻ ആൻഡ് നോളജ് ഷെയറിംഗ്. സോ നമ്മൾ റീസെൻ്റായിട്ട് ചൈനീസ് എഡ്ടെക്കിന്ന്
അതേപോലെ ഗ്ലോബൽ MNCs റെസ്ട്രിക്ഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് വരുന്ന ഗ്ലോബലി നടക്കുന്ന റിസർച്ച് ആൻഡ് ടെക്നോളജിയിൽ നിന്ന് നമ്മുടെ ഇന്ത്യയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു ടെക്നോളജിക്കൽ അഡ്വാൻറ്റേജ് എന്താണ്, അവിടെ കുറയും. ദെൻ നെക്സ്റ്റ് ഇസ് ഇൻക്രീസ്ഡ് കോസ്റ്റ് ഓഫ് ലിവിങ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എന്താണ്, താരിഫ് ആൻഡ് റെസ്ട്രിക്ഷൻസ് ഓൺ ഇമ്പോർട്ട്സ് നമ്മളെ കൊമ്മോഡിറ്റി പ്രൈസ് കൂട്ടുകയും അതുമൂലം കോസ്റ്റ് ഓഫ് ലിവിങ് കൂടും. ഓക്കെ, അതിൻ്റെ ഒരു പെർഫെക്റ്റ് എക്സാമ്പിളാണ് നമ്മൾ US-China ട്രേഡ് വാറിൻ്റെ ശേഷം സെമി കണ്ടക്ടർ ഷോർട്ടേജ് ഉണ്ടായിട്ടുണ്ട്. സോ സെമി കണ്ടക്ടർ ഷോർട്ടേജ് ഉണ്ടായതുകൊണ്ട് തന്നെ സെമി കണ്ടക്ടർ ഷോർട്ടേജ് കൊണ്ട് നിർമ്മിക്കുന്ന ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സിന് പ്രൈസ് കൂടി, ലൈക്ക് സ്മാർട്ട് ഫോൺസിനൊക്കെ പ്രൈസ് കൂടിയിട്ടുണ്ട്. സോ ഇതാണ് ഇതിൻ്റെ അഡ്വേഴ്സ് എഫക്ട്സ് എന്ന് പറയുന്നത്. അതായത് ഡീഗ്ലോബലൈസേഷൻ ആൻഡ് പ്രൊട്ടക്ഷനിസ്റ്റ് ടെൻഡൻസീസ് ഓൺ ഇന്ത്യൻ സൊസൈറ്റി. നമ്മുടെ സൊസൈറ്റിയിലുള്ള ഈ ഒരു ഡീഗ്ലോബലൈസേഷൻ ആൻഡ് പ്രൊട്ടക്ഷനിസ്റ്റ് ടെൻഡൻസിൻ്റെ അഡ്വേഴ്സ് എഫക്റ്റ് എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. എന്തൊക്കെയാണ്? ജോബ് ലോസ് ഉണ്ടാവും, റീജിയണൽ ഇനീക്വാലിറ്റീസ് കൂടും, നമ്മുടെ മൈഗ്രൻസിൻ്റെ റെമിറ്റൻസസ് കുറയും, വിമൻ എംപവർമെൻറ്റിനെ ഡിസ്റപ്റ്റ് ചെയ്യും, ദെൻ ഫുഡ് ആൻഡ് ന്യൂട്രീഷണൽ സെക്യൂരിറ്റിനെ ബാധിക്കും, ഗ്ലോബൽ നോളജ് ആൻഡ് ടെക്നോളജി, ഗ്ലോബൽ ഇങ്ങോട്ടുള്ള ടെക്നോളജി ഈ ഇൻഫ്ലോ കുറയും. അതുപോലെ തന്നെ ഇതുമൂലം സപ്ലൈ ചെയിൻ ഡിസ്ട്രപ്ഷൻസ് ഉണ്ടാകുമ്പോൾ കോസ്റ്റ് ഓഫ് ലിവിങ്ങും കൂടും. ദെൻ ഈ ഒരു ക്വസ്റ്റ്യൻ ഡിറക്റ്റീവ് എന്ന് പറയുന്നത് ഡിസ്കസ് ആണ്. സോ നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ അടുത്ത സൈഡും, അതായത് അഡ്വേഴ്സ് ഇമ്പാക്റ്റ് മാത്രമല്ല ദർ ഇസ് സം പോസിറ്റീവ് ഇമ്പാക്റ്റ് എന്നും കൂടെ പറഞ്ഞിട്ട് വേണം ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്യാം. ഇത് രണ്ടും ഈ ക്വസ്റ്റ്യൻ്റെ കോർ പാർട്ടാണ്. ബട്ട് എന്താണ്, അഡ്വേഴ്സ് ഇമ്പാക്റ്റിനായിരിക്കണം നിങ്ങൾ കൂടുതൽ പ്രയോറിറ്റി കൊടുക്കേണ്ടത്, കൂടുതൽ സ്പേസ് അലോക്കേറ്റ് ചെയ്യേണ്ടത്. ബട്ട് സ്റ്റിൽ യു ഹാവ് ടു മെൻഷൻ സം പോസിറ്റീവ് ഇമ്പാക്ട്സ്. സോ പോസിറ്റീവ് ഇമ്പാക്ട്സ് എന്തൊക്കെയാണ്? പ്രൊമോഷൻ ഓഫ് സെൽഫ് റിലയൻസ്. അപ്പോൾ നമ്മൾ ഈ പോസിറ്റീവ് ഇമ്പാക്റ്റ് എഴുതുമ്പോൾ തന്നെ നമ്മളൊരു കാര്യത്തിൻ്റെ അഡ്വേഴ്സ് ഇമ്പാക്റ്റ് പറഞ്ഞു, നേരെ പോസിറ്റീവ് ഇമ്പാക്റ്റിലേക്ക് പോവാതെ യു ഷുഡ് ഗിവ് എ കണക്റ്റിംഗ് സ്റ്റേറ്റ്മെൻറ്റ്. ദാറ്റ് ഇസ് ബട്ട് ദർ ഇസ് നോട്ട് ഓൺലി നെഗറ്റീവ് എഫക്റ്റ് ദീസ് ടെൻഡൻസീസ് yield പോസിറ്റീവ് ഇമ്പാക്ട്സ് ആൾസോ. അപ്പോൾ ഇതിന് നെഗറ്റീവ് ഇഫക്ട്സ് മാത്രമല്ല പോസിറ്റീവ് ഇമ്പാക്ട്സും കൂടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് വേണം ആ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ചെയ്യാൻ. അല്ലെങ്കിൽ ഈ ഒരു ജമ്പ് എന്ത് ചെയ്യും, ഭയങ്കര സഡൻ ആയിപ്പോവും, നമ്മുടെ ആൻസറിൻ്റെ ഫ്ലോ നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. സോ പോസിറ്റീവ് ഇമ്പാക്റ്റ് ഓഫ് ഡീഗ്ലോബലൈസേഷൻ ആൻഡ് പ്രൊട്ടക്ഷനിസ്റ്റ് ടെൻഡൻസീസ് ഓൺ ഇന്ത്യൻ സൊസൈറ്റീസ് എന്തൊക്കെയാണ്? നമ്മുടെ ഡൊമസ്റ്റിക് എക്കോണമി കുറേയൊക്കെ സെൽഫ് റിലയൻ്റ് ആവാൻ ശ്രമിക്കും. ദാറ്റ് ഇസ് ആത്മനിർഭർ ഭാരത്, ഇൻഡിജീനിയസ് പ്രൊഡക്ഷനും ടെക്നോളജിക്കൽ ഇന്നൊവേഷനും ഒക്കെ നമ്മൾ ഇന്ത്യയിൽ തന്നെ പ്രൊഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കും. അതുപോലെ തന്നെ റിവൈവൽ ഓഫ് ട്രഡീഷണൽ ആൻഡ് ഇൻഡിജീനിയസ് ഇൻഡസ്ട്രീസ്, നമ്മുടെ ഖാദി ആൻഡ് ഹാൻഡ്ലൂം വില്ലേജ് ഇൻഡസ്ട്രീസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു സിറ്റുവേഷനിൽ ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. സോ ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ്, സോ ഇൻക്രീസ്ഡ് ഡൊമസ്റ്റിക് കൺസംഷൻ ഡ്യൂ ടു ക്യാമ്പയിൻസ് ലൈക്സ് വോക്കൽ ഫോർ ലോക്കൽ. അപ്പോൾ നമ്മൾ ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഡൊമസ്റ്റിക് ആയിട്ടുള്ള ഇൻഡിജീനിയസ് ഇൻഡസ്ട്രീസ്, ട്രഡീഷണൽ ഇൻഡസ്ട്രീസിനെ റിവൈവ് ചെയ്യുന്നുണ്ട്. ദെൻ റൂറൽ ഇൻഡസ്ട്രിയലൈസേഷൻ ആൻഡ് ബാലൻസ്ഡ് ഡെവലപ്മെൻറ്റ്, നമ്മുടെ ആ ഒരു ഗ്രോത്ത് മെയിൻ സിറ്റീസ് എന്നല്ലാതെ ടയർ 2 ടയർ 3 സിറ്റീസിലേക്കും കൂടെ ഡെവലപ്മെൻറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട്. അതായത് ഡീസെൻട്രലൈസ്ഡ് പ്രൊഡക്ഷൻ ആൻഡ് സ്മോളർ ടൗൺസിലേക്കൊക്കെ ഇൻഡസ്ട്രീസ് വരുന്നുണ്ട്. ഗ്രോത്ത് ഓഫ് റൂറൽ ഫുഡ് പ്രോസസ്സിംഗ് ഇൻഡസ്ട്രീസ് ആൻഡ് സോളാർ പാനൽ മാനുഫാക്ചറിങ്. കാരണം എന്താണ്, ഈ ഒരു അർബൻ സെൻറ്റേഴ്സിനേക്കാളും കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, ചീപ്പ് ലേബർ ഉണ്ടാവും, അവൈലബിലിറ്റി ഓഫ് റിസോഴ്സസ് ഒക്കെ റൂറൽ ഏരിയാസിൽ കിട്ടാൻ ചാൻസ് ഉള്ളത് കൊണ്ട് തന്നെ റൂറൽ ഇൻഡസ്ട്രിയലൈസേഷനും ബാലൻസ് ടയർ 2 ടയർ 3 സിറ്റീസ് അതുപോലെ തന്നെ വില്ലേജസിൽ ഇൻഡസ്ട്രിയലൈസേഷൻ വരാൻ ചാൻസ് ഉണ്ട്. ദെൻ എന്താണ്, എൻവയോൺമെൻറ്റൽ ആൻഡ് കൾച്ചറൽ ബെനിഫിറ്റ്സ് ഉണ്ട്. കാരണം എന്താ, ഈ ഒരു ഡീഗ്ലോബലൈസേഷൻ നടക്കുമ്പോൾ എക്സ്പോർട്സ് കുറയാണ്, അല്ലെങ്കിൽ ഇമ്പോർട്ട്സ്, ആ ഒരു ഗ്ലോബൽ ഫ്ലോ ഓഫ് ഗുഡ്സ് കുറയുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ട്രാൻസ്പോർട്ട് കോസ്റ്റ് കുറയും. ട്രാൻസ്പോർട്ട് കാരണമുള്ള എമിഷൻസൊക്കെ കുറക്കാൻ സഹായിക്കും. ദെൻ ടെക്നോളജിക്കൽ സെൽഫ് സഫിഷ്യൻസി ആൻഡ് ഡിജിറ്റൽ ഇൻക്ലൂഷൻ. ഒരുപാട് നമ്മൾ അറ്റ് പ്രസൻറ്റ് ഇന്ത്യയിൽ തന്നെ ഒരുപാട് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമും ഓപ്പൺ സോഴ്സ് ടൂൾസും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മളെല്ലാവരും യൂസ് ചെയ്തിട്ടുള്ള ഡിജി ലോക്കർ, കോവിൻ, ഭാരത് GPT ഒക്കെ എന്താണ്, നമ്മൾ ഇൻഡിജീനിയസ് ആയിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ള നമ്മുടെ പ്ലാറ്റ്ഫോംസാണ്. സോ
അതായത് പോസിറ്റീവ് ഇമ്പാക്ട്സ് മാത്രമല്ല, ദർ ആർ സം നെഗറ്റീവ് ഇമ്പാക്ട്സ് ലൈക്ക് നമ്മുടെ സെൽഫ് റിലയൻസ് കൂടും, നമ്മൾ ട്രഡീഷണൽ ഇൻഡസ്ട്രീസ് ഡെവലപ്പ് ആവും, റൂറൽ ഏരിയാസ് ഇൻഡസ്ട്രിയലൈസ് ചെയ്യും, എൻവയോൺമെൻറ്റ് ബെനിഫിറ്റ്സ് ഉണ്ട്, സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഡെവലപ്മെൻറ്റ് നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ പറ്റും, ദെൻ ടെക്നോളജിക്കൽ സെൽഫ് സഫിഷ്യൻസി ആൻഡ് ഡിജിറ്റൽ ഇൻക്ലൂഷൻ. ഇതൊക്കെ നമുക്ക് ഇതിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ആയിട്ട് പറയാം. ഇനി നോക്കൂ, നമ്മളിവിടെ ഒരുപാട് അഡ്വേഴ്സ് ഇമ്പാക്ട്സ് പറഞ്ഞു. സോ അത് പറഞ്ഞ സ്ഥിതിക്ക് തന്നെ നമ്മൾ ഇതിനെ എന്ത് ചെയ്യണം, കുറച്ച് വേ ഫോർവേഡ് ഇതിനെ എങ്ങനെ മിറ്റിഗേറ്റ് ചെയ്യാമെന്ന് കൂടെ പറയണം. നമ്മൾ ജസ്റ്റ് അതിൻ്റെ ഇഷ്യൂസ് മാത്രം ഐഡൻറ്റിഫൈ ചെയ്യില്ല, ദർ ഷുഡ് ബി സൊല്യൂഷൻസ് ഇൻ യുവർ ആൻസർ. സോ എന്തൊക്കെ സൊല്യൂഷൻസ് നമുക്ക് കൊടുക്കാൻ പറ്റും? We can take the following steps to mitigate the adverse effect of deglobalization and protectionist tendencies. എന്തൊക്കെ കൊടുക്കാം? നമ്മുടെ ഇപ്പോൾ ഡെവലപ്ഡ് എക്കോണമീസ് ആണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഡീഗ്ലോബലൈസേഷൻ പ്രൊട്ടക്ഷനിസ്റ്റ് ടെൻഡൻസീസ് കൊണ്ടുവരുന്നത്. ദർ ആർ അതർ മാർക്കറ്റ്സ് ലൈക്ക് ഈസ്റ്റേൺ ഇന്ത്യ, ആഫ്രിക്ക പോലെയുള്ള മാർക്കറ്റിലേക്ക് നമ്മുടെ എക്സ്പോർട്ട് എന്ത് ചെയ്യുക, ഡൈവേഴ്സിഫൈ ചെയ്യുക. സോ ഡൈവേഴ്സിഫൈ എക്സ്പോർട്ട് മാർക്കറ്റ്സ് ആൻഡ് ട്രേഡ് പാർട്ട്നേഴ്സ് ത്രൂ FTAs, ട്രേഡ് ഡിപ്ലോമസി ആൻഡ് ഇന്ത്യാസ് ആക്റ്റീവ് പോളിസി. ആൻഡ് അപ്പോൾ നമ്മൾ ആ ഒരു ഡെവലപ്ഡ് എക്കോണമീസ് പോലെയുള്ള എക്കണോമീസിൽ നിന്നും കുറച്ചും കൂടെയൊക്കെ നമ്മുടെ ട്രേഡിൻ്റെ ബാസ്ക്കറ്റ് എന്ത് ചെയ്യുക, ഡൈവേഴ്സിഫൈ ചെയ്യുക. ദെൻ റെസ്പോൺസിബിൾ പ്രൊട്ടക്ഷനിസം നമ്മൾ എന്ത് ചെയ്യുക, എൻകറേജ് ചെയ്യുക. എങ്ങനെയാണ്? ത്രൂ റെഗുലർ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ്. ഇപ്പോൾ ചൈനയുടെ US-ൻ്റെ ഈ ഒരു പോളിസി കാരണം ഇന്നൊക്കെ ഇമ്പാക്റ്റുകളുണ്ട്. അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ട്രേഡ് പോളിസി അലൈൻ വിത്ത് ട്രേഡ് പോളിസി വിത്ത് WTO നോംസ് വെച്ചിട്ട് നമ്മുടെ ഗ്ലോബൽ ട്രേഡ് പ്രൊമോട്ട് ചെയ്യാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ നമ്മുടെ യൂത്തിന് സ്കിൽ ഡെവലപ്മെൻറ്റ് കൊടുക്കാം. സോ നമുക്കൊരു ഇൻഡിജീനിയസ് പ്രൊഡക്ഷൻ എന്ത് ചെയ്യാം, ഇമ്പ്രൂവ് ചെയ്യാം. സോ സ്കിൽ ഡെവലപ്മെൻറ്റ് ഫോർ ഗ്ലോബൽ ആൻഡ് ലോക്കൽ ഡിമാൻഡ്സ് ത്രൂ സ്കിൽ ഇന്ത്യ, PM കൗശൽ വികാസ് യോജന ആൻഡ് വൊക്കേഷണൽ ട്രെയിനിങ്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു ഇഷ്യൂ എന്താണ്, വിമണിനെ എംപവർമെൻറ്റിനെ ഇത് ചെയ്യും. അതുപോലെ തന്നെ മൈഗ്രൻസ് അവിടെ നിന്നുള്ള മൈഗ്രൻസിൻ്റെ റെമിറ്റൻസസ് കുറയും. അപ്പോൾ ആ ഒരു ഫേസിൽ അതിനെ നമ്മൾ എങ്ങനെ മിറ്റിഗേറ്റ് ചെയ്യും? സോഷ്യൽ സേഫ്റ്റി നെറ്റ്സ്, അത് നമ്മുടെ MGNRGA, PDS, ഉജ്ജ്വല യോജനയൊക്കെ സ്ട്രെങ്തൻ ചെയ്തിട്ട് ഇതുമൂലം നമ്മുടെ വൾണറബിൾ സൊസൈറ്റീനെ ബാധിക്കുന്ന കാര്യങ്ങളെ നമ്മൾ ഒരു പരിധി വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറയ്ക്കാൻ പറ്റും. ദെൻ അതുപോലെ തന്നെ ഗ്ലോബൽ കോപ്പറേഷൻ ലൈക്ക് G20, ബ്രിക്സിലോടൊക്കെ നമുക്ക് ഇക്വിറ്റബിൾ ഗ്ലോബൽ റൂൾസ് വേണമെന്ന് ഇന്ത്യക്ക് എന്ത് ചെയ്യാം, അഡ്വക്കേറ്റ് ചെയ്യാം. സോ ഇങ്ങനെയൊക്കെ ചെയ്താൽ നമുക്ക് ഇതിന്ന് ആ ഒരു അഡ്വേഴ്സ് ഇമ്പാക്റ്റിൽ നിന്നും കുറച്ച് അഡ്വേഴ്സ് ഇമ്പാക്റ്റ് ഒരു പരിധി വരെ കുറയ്ക്കാൻ പറ്റും. ദെൻ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. മിറ്റിഗേറ്റിംഗ് ദ അഡ്വേഴ്സ്, ഞാനൊരു സമ്മറൈസിങ് കൺക്ലൂഷനാണ് കൊടുത്തിട്ടുള്ളത്. മിറ്റിഗേറ്റിംഗ് ദ അഡ്വേഴ്സ് എഫക്റ്റ് ഓഫ് ഡീഗ്ലോബലൈസേഷൻ ഇൻ ഇന്ത്യൻ സൊസൈറ്റി റിക്വയർസ് എ multi-pronged inclusive adaptive strategy. So India must protect its vulnerable communities, invest in domestic capabilities, maintain strategic global engagement to ensure the transition towards more self-reliant and does not come at the cost of social equity and long-term development. സോഷ്യൽ ഇക്വിറ്റിനെ ബാധിക്കാതെ ഈ ഒരു സിറ്റുവേഷനെ ഇന്ത്യ ഈ വൾണറബിൾ കമ്മ്യൂണിറ്റീസിനെ പ്രൊട്ടക്റ്റ് ചെയ്തിട്ടും ഡൊമസ്റ്റിക് കാപ്പബിലിറ്റീസിൽ ഇമ്പ്രൂവ് ചെയ്തിട്ടും നമ്മുടെ എക്കോണമീനെ ഒന്നുകൂടെ ഡെവലപ്പ് ചെയ്തെടുക്കാം എന്നുള്ളൊരു സമ്മറൈസിങ് കൺക്ലൂഷനാണ് നമുക്ക് കൊടുത്തിട്ടുള്ളത്. സോ ദാറ്റ് ഈസ് നവർ ടുഡേയ്സ് ക്വസ്റ്റ്യൻ. അപ്പോൾ നാളെ കാണാം. താങ്ക് യു ഓൾ.